ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന യൂറോപ്യൻ ശക്തികളിൽ ഫ്രഞ്ചുകാരെ പറ്റിയാണ് നോക്കുന്നത്. ഫ്രഞ്ചുകാർ അറിയപ്പെട്ടിരുന്നത് പരന്തരീസുകാർ എന്നായിരുന്നു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. കോൾബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് നേതൃത്വം വഹിച്ചിരുന്നത്. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാരങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് മാഹി ആയിരുന്നു, അഥവാ മയ്യഴി. ഇത് കേരളത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഫ്രഞ്ചുകാരുടെ മറ്റു പ്രധാന ശക്തി കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി തമിഴ്നാട്ടിൽ, അതുപോലെ യാനം ആന്ധ്രാപ്രദേശിൽ, കാരയ്ക്കൽ അതും തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഒന്നാമത്തെ കർണാട്ടിക് യുദ്ധം 1746-48 കാലയളവുകളിൽ അത് എക്സ്ലാ ചാപ്പല എന്ന് പറയുന്ന സന്ധിയോടുകൂടി 1748 എക്സ്ലാ ചാപ്പല എന്ന് പറയുന്ന സന്ധിയോടുകൂടി അവസാനിച്ചു. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749-54 കാലയളവുകളിൽ നടന്നു. അത് പോണ്ടിച്ചേരി സന്ധിയോടെ അവസാനിച്ചു. മൂന്നാം കർണാട്ടിക് വാർ 1756-63 കാലയളവുകളിലായിരുന്നു. അത് പാരീസ് സന്ധിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. മാഹിയിലെ ഫ്രഞ്ചുകാരുടെ സാന്നിധ്യം തലശ്ശേരിയിലുള്ള ഇംഗ്ലീഷ് താവളത്തിൻ്റെ ഭദ്രതയ്ക്ക് വളരെ ഹാനികരമായിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള രാജാക്കന്മാരുടെയൊക്കെ പിന്തുണ നേടിക്കൊണ്ട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും പരസ്പരം പോരടിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ വടക്കേ മലബാറിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾക്കൊന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ്റോ ഫ്രഞ്ച് ഗവൺമെൻറ്റോ സമ്മതം കൊടുത്തിട്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകളുടെ നിർദ്ദേശം കിട്ടിയതിനാൽ തലശ്ശേരിയിലെ ഇംഗ്ലീഷുകാരും മയ്യഴിയിലെ ഫ്രഞ്ചുകാരും തമ്മിലൊരു സമാധാനത്തിൽ കഴിയുവാൻ വേണ്ടിയിട്ട് 1728 ഒരു ധാരണയിലെത്തുകയും ചെയ്തു. 1728 സമാധാനത്തിൻ്റെ ധാരണ കഴിഞ്ഞിട്ട് ഫ്രഞ്ച് അഡ്മിറൽ ആയിരുന്ന മാഹി ലബോർദനെ തലശ്ശേരി ഉപരോധിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ അദ്ദേഹം ഫ്രാൻസിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇംഗ്ലീഷുകാരുമായിട്ട് സുഹൃത്ബന്ധത്തിലാവുകയും ചെയ്തിരുന്നു. 1744 കാലഘട്ടം യൂറോപ്പിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പക്ഷേ ഈ സമയം വടക്കേ മലബാറിലെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ അങ്ങനെ ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെറിയ ഏറ്റുമുട്ടലുകൾ അവരുടെ ഇടയിൽ നടന്നിരുന്നു. 1749 ആകുമ്പോഴത്തേനും യൂറോപ്പിലെ ഈ യുദ്ധത്തിൻ്റെ അവസാനം കുറിച്ച കാലഘട്ടമായിരുന്നു. അതേസമയം തന്നെ ഇങ്ങ് ഉത്തര കേരളത്തിലെ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ഒരു സമാധാന സന്ധി 1749 ഒപ്പിട്ടു. അതാണ് എക്സ്ലാ ഷാപ്പല്ല എന്ന് പറയുന്ന സന്ധി. 1756 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യൂറോപ്പിൽ യുദ്ധം ആരംഭിച്ച സമയമായിരുന്നു. ഇതിൻ്റെ പ്രതിധ്വനി കേരളത്തിലുമുണ്ടായി. 1761 ഇംഗ്ലീഷുകാർ മാഹി പിടിച്ചെടുത്തു. മയ്യഴിയിലെ അഥവാ മാഹിയിലെ ഫ്രഞ്ച് സേനാനായകനായ എം ലോയിറ്റിനെ കീഴടക്കിയിട്ടാണ് ഇംഗ്ലീഷുകാർ മയ്യഴിയിലെ പതാക പാറിച്ചത്. എന്നാൽ ഏറ്റവും ഒടുവിൽ പാരീസ് സന്ധി അനുസരിച്ച് മയ്യഴി ഫ്രഞ്ചുകാർക്ക് 1763 തിരിച്ചു കൊടുക്കുകയും ചെയ്തു. 1765 ഒക്ടോബർ 20 ഫ്രഞ്ചുകാർ മയ്യഴിയിലെ അവരുടെ പഴയ താവളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ്.